Good morning, dear students. Hope all of you are safe at home. എല്ലാവരും വീട്ടിൽ സേഫ് ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക, പുറത്തൊന്നും കറങ്ങി നടക്കരുത്. നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ സെക്കൻഡ് ചാപ്റ്ററിലോട്ട് പോവാം. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് സൊല്യൂഷനാണ്. സൊല്യൂഷൻസ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് എന്താ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഒരു സൊല്യൂഷൻ നമ്മൾ വീട്ടിലൊക്കെ സാധാരണ ഉണ്ടാക്കുന്നതാണ്. ഉപ്പ് വെള്ളമൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. എങ്ങനെയാണ് ഉപ്പ് വെള്ളം ഉണ്ടാക്കുന്നത്? കുറച്ച് വെള്ളം എടുക്കുക, അതിൻ്റെ അകത്തേക്ക് ഉപ്പിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പുവെള്ളം കിട്ടും. നമ്മളതിനെ സൊല്യൂഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ആയനി എന്നൊക്കെ മലയാളത്തിൽ പറയും. അതേപോലെ ഷുഗർ സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കും. എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് അതിൻ്റെ അകത്തേക്ക് പഞ്ചസാര ഇട്ടും നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളത് പഞ്ചസാര സൊല്യൂഷൻ എന്ന് പറയും. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഹോമോജീനിയസ് മിക്സ്ചറാണ് കണ്ടെയ്നിങ് 2 or more സബ്സ്റ്റൻസസ്. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും അതിൻ്റെ കോൺസെൻട്രേഷൻ ഒരേപോലെ ഇരിക്കുന്നതിനെയാണ് ഹോമോജീനിയസ് എന്ന് പറയുന്നത്. നമ്മൾ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അത് എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും. അതിനെയാണ് ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more സബ്സ്റ്റൻസസ്. ഇനി സൊല്യൂഷനെ നമ്മൾ ബൈനറി എന്ന് പറയും. ബൈനറി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ അകത്ത് 2 കമ്പോണൻസ് ഉണ്ടെങ്കിൽ നമ്മൾ സൊല്യൂഷനെ ബൈനറി എന്ന് പറയും. അപ്പോൾ 2 കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വരുന്ന ഏതൊക്കെയാണ്? 2 കമ്പോണൻസ് മെയിനായിട്ട് വരുന്നത് സൊല്യൂഷൻ്റെ അകത്ത് സൊല്യൂട്ടും സോൾവെൻറ്റും. സാധാരണ സൊല്യൂട്ട് വേണമെങ്കിൽ നമുക്ക് ഒന്നോ അതിൽ കൂടുതലൊക്കെ സൊല്യൂട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ഉപ്പുവെള്ളത്തിൻ്റെ അകത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 സൊല്യൂട്ടായിട്ട് മാറും. അപ്പോൾ അതിനെ നമ്മൾ ടേഴ്സറി സൊല്യൂഷൻ എന്ന് പറയേണ്ടി വരും. ബൈനറി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മിനിമം ഒരു സൊല്യൂഷൻ്റെ അകത്ത് വേണ്ടതാണ്. അതൊരു സൊല്യൂട്ടും ഒരു സോൾവെൻറ്റും ഉണ്ടാവും. ഇനി സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വളരെ കുറച്ച് എമൗണ്ട് മാത്രമുള്ളതിനെയാണ് നമ്മൾ സൊല്യൂട്ട് എന്ന് പറയുന്നത്. സോൾവെൻ്റ് എന്ന് പറയുന്നത് കൂടുതൽ എമൗണ്ട് ഉള്ളതിനെയാണ് നമ്മൾ സോൾവെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more സബ്സ്റ്റൻസസ്. അതിന് 2 കമ്പോണൻസ് ഉണ്ട്, സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ്. സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ എ സബ്സ്റ്റൻസ് ഓർ എ കമ്പോണൻറ്റ് പ്രസൻറ്റ് ഇൻ സ്മോളർ ക്വാണ്ടിറ്റി. സോൾവെൻ്റ് എന്ന് പറയുന്നത് കമ്പോണൻറ്റ് പ്രസൻറ്റ് ഇൻ ലാർജർ ക്വാണ്ടിറ്റി. അപ്പോൾ സൊല്യൂഷൻ്റെ അത് 2 കമ്പോണൻറ്റ്, സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ്. നമ്മളിവിടെ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. ഇവിടെ നമ്മൾ ആദ്യത്തെ പിക്ചറിൽ കാണുന്നത് ഇവിടെ സൊല്യൂട്ടും ഉണ്ട്, സോൾവെൻറ്റും ഉണ്ട്. ഇത് സൊല്യൂട്ട് സോൾവെൻറ്റ് ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സൊല്യൂഷൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പാർട്ടിക്കിൾസിൻ്റെ ആ ഡിഫറൻസ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് സൊല്യൂട്ട് പ്ലസ് സോൾവെൻ്റ് ആണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് പലതരത്തിലുള്ള സൊല്യൂഷൻസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ സോൾവെൻറ്റ് ഗ്യാസ് ആവാം, ലിക്വിഡ് ആവാം, അല്ലെങ്കിൽ സോളിഡ് ആവാം. അതേപോലെ തന്നെ സൊല്യൂട്ടും ഗ്യാസ് ആവാം, ലിക്വിഡ് ആവാം, സോളിഡ് ആവാം. അപ്പോൾ ഗ്യാസും ലിക്വിഡ് സോളിഡൊക്കെ സൊല്യൂട്ടും സോൾവെൻ്റ് ആവുന്നതനുസരിച്ച് സൊല്യൂഷൻസ് ഗേഷ്യസ് ആവാം, ലിക്വിഡ് ആവാം, അല്ലെങ്കിൽ സോളിഡ് സൊല്യൂഷൻസ് ആവാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കാണുന്നത് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് ആണ്. അതിൻ്റെ അകത്ത് സോൾവെൻറ്റ് സോളിഡായിട്ട് വന്നാൽ അത് നമ്മൾ സോളിഡ് സൊല്യൂഷൻസ് എന്ന് പറയും. സോൾവെൻറ്റ് സോളിഡും സൊല്യൂട്ട് സോളിഡും ആയിട്ട് വന്നാൽ നമ്മൾ അതിനെയാണ് അലോയ്സ് എന്ന് പറയുന്നത്. അലോയ്സ് നമുക്കറിയാം, ബ്രാസ്, ബ്രോൺസ്, അതൊക്കെ അലോയ്സ് ആണ്. 2 സോളിഡ്സ് അല്ലെങ്കിൽ 2 അതിൽ കൂടുതലോ സോളിഡ്സ് തമ്മിൽ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് അലോയ്സ് എന്ന് പറയുന്നത്. ഇനി സോളിഡ് സോൾവെൻറ്റും ലിക്വിഡ് സൊല്യൂട്ടും ആയിട്ട് വരുന്ന എക്സാമ്പിളാണ് അമാൽഗം എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ അമാൽഗം പഠിച്ചിട്ടുണ്ട്. ഓർഗാനിക്കൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് കാറ്റലിസ്റ്റൊക്കെ ആയിട്ടൊക്കെ അമാൽഗം ഉപയോഗിക്കുന്നുണ്ട്. ഇനി സോളിഡ് സോൾവെൻറ്റും ഗ്യാസ് സൊല്യൂട്ടായിട്ട് വരുന്ന എക്സാമ്പിളാണ് ഹൈഡ്രജൻ ഇൻ പലേഡിയം. നമ്മൾ ഹൈഡ്രജൻ ഇലക്ട്രോഡ് പഠിച്ചു. ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ അകത്ത് ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ അകത്ത് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ഇൻ പലേഡിയം ആണ് നമ്മളോട് ഉപയോഗിക്കുന്നത്. അതൊക്കെ ഗ്യാസ് സൊല്യൂട്ടും സോൾവെൻറ്റ് സോളിഡും ആയിട്ട് വരുന്നതാണ്. ഇനി സോൾവെൻറ്റ് ലിക്വിഡായിട്ട് വരുന്നത് സൊല്യൂട്ട് ലിക്വിഡ്, സോൾവെൻറ്റ് ലിക്വിഡ് ആണെങ്കിൽ ആൽക്കഹോൾ ആൻഡ് വാട്ടർ, അല്ലെങ്കിൽ ഓയിൽ ആൻഡ് കെറോസിൻ, അതൊക്കെ ലിക്വിഡ് സൊല്യൂഷനാണ്. ഇനി ഗ്യാസ് സൊല്യൂട്ടും ലിക്വിഡ് സോൾവെൻ്റ് ആയിട്ട് വരുന്ന എക്സാമ്പിളാണ് എറേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, സോഡ വാട്ടറൊക്കെ. ഇനി സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഷുഗർ ഇൻ വാട്ടർ, അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് ഇൻ വാട്ടർ, അതൊക്കെ അതിന് എക്സാമ്പിളാണ്. സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻസിന് എക്സാമ്പിളാണ്. ഇനി സോൾവെൻറ്റ് ഗ്യാസ് ആയിട്ട് വരുന്നതിന് സൊല്യൂട്ട് സോളിഡും സോൾവെൻറ്റ് ഗ്യാസും ആയിട്ട് വരുന്ന എക്സാമ്പിളാണ് സ്മോക്ക്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ എയർ ആണ്. പിന്നെ വേപ്പർ ഓഫ് അയോഡിൻ എയർ, അതെല്ലാം സൊല്യൂട്ട് സോളിഡും
സോൾവെൻറ്റ് ഗ്യാസ് ആയിട്ട് വരുന്ന എക്സാമ്പിളാണ്. ഇനി വാട്ടർ വേപ്പർ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി ഇൻ ദി എയർ എന്ന് പറഞ്ഞാൽ അത് സോൾവെൻറ്റ് ഗ്യാസ് ആണ്. സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ലിക്വിഡാണ്, ദാറ്റ് ഈസ് വാട്ടറാണ്. ഇനി എയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എയർ എന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ് മിക്സറാണ്. സോൾവെൻ്റ് അവിടെ ഗ്യാസ് തന്നെയാണ്. സൊല്യൂട്ട് എന്ന് പറയുന്ന ഗ്യാസാണ്. എയറിൻ്റെ അകത്ത് പല സബ്സ്റ്റൻസ് ഉണ്ട്, ഏത് വേണമെങ്കിലും നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. അപ്പോൾ നമ്മൾ പല ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് പറഞ്ഞു. ഈ സൊല്യൂഷൻസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ കോൺസെൻട്രേഷൻ പറയണം. അതിൻ്റെ അകത്ത് എന്തോരം സൊല്യൂട്ട് ഉണ്ട്, എന്തോരം സോൾവെൻ്റ് ഉണ്ട്, അതിനെല്ലാം ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കോൺസെൻട്രേഷൻ പറയുന്നത്. അപ്പോൾ കോൺസെൻട്രേഷൻ പറയുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്നത് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ ഗീവൺ എമൗണ്ട് ഓഫ് സോൾവെൻറ്റ്, അതിനെയാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സോൾവെൻ്റ് എടുത്താൽ അതിൻ്റെ അകത്ത് എന്തോരം സൊല്യൂട്ട് ഉണ്ടോ അത് കാണിക്കുന്നതാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഇനി കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറേ സൊല്യൂട്ട് ഉണ്ടെങ്കിൽ, ലാർജ് എമൗണ്ട് സൊല്യൂട്ട് ഉണ്ടെങ്കിൽ നമ്മളതിനെ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയും. വളരെ കുറച്ച് മാത്രമേ സൊല്യൂട്ട് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് പറയും. ഇനി കോൺസെൻട്രേഷൻ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പല ടേംസ് ഉണ്ട്. അതിൽ ഉള്ള ടേംസ് ആണ്, ഒന്ന് മാസ് പെർസെൻറ്റേജ് എന്ന് പറയും, വോളിയം പെർസെൻറ്റേജ് എന്ന് പറയും, പാർട്സ് പെർ മില്യൺ, മോൾ ഫ്രാക്ഷൻ, മൊളാരിറ്റി, മൊളാലിറ്റി. ഇല്ല, അവസാനം പറഞ്ഞ മൂന്നെണ്ണം നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. ബാക്കിയൊക്കെ മാത്രമേ നിങ്ങൾക്ക് പുതിയതായിട്ടുള്ളൂ. ഫസ്റ്റ് വണ്ണാണ് മാസ് പെർസെൻറ്റേജ്. ഈ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മളൊരു 100 മാസ് യൂണിറ്റ് എടുത്താൽ അതിൻ്റെ അകത്ത് എത്ര മാസ് യൂണിറ്റ് സൊല്യൂട്ട് ഉണ്ടെന്ന്. സൊല്യൂഷൻ ഒരു 100 പാർട്ട് എടുത്താൽ അതിൻ്റെ അകത്ത് എത്ര പാർട്ടാണോ സൊല്യൂട്ട് ഉള്ളത് അതിനെയാണ് നമ്മൾ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ മാസ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് മാസ് പെർസെൻറ്റേജ് ഓഫ് ദ സൊല്യൂട്ട് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂട്ട് പ്ലസ് മാസ് ഓഫ് സോൾവെൻറ്റ്. നമ്മളെപ്പോഴും സോൾവെൻ്റ് ആണ് എ എന്ന് പറയുന്ന ടേം വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, സൊല്യൂട്ട് എപ്പോഴും ബി എന്നുള്ള ടേം വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുമ്പോൾ WB എന്ന് പറയും, ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ WA പ്ലസ് WB എന്ന് പറയും. ഇനി അടുത്തത് മാസ് പെർസെൻറ്റേജ് ഓഫ് സോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ആകെ ഒരു ചെറിയ വ്യത്യാസമുള്ളൂ, മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂട്ട് പ്ലസ് മാസ് ഓഫ് സോൾവെൻറ്റ്. അപ്പോൾ ഇക്വേഷൻ എന്ത് വരും? WA ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ WA പ്ലസ് WB എന്ന് പറയും. ഇനി അടുത്ത ഫാക്ടറാണ് എന്താ, വോളിയം പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. വോളിയം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ, 100 യൂണിറ്റ് സൊല്യൂഷൻ എടുത്താൽ അല്ലെങ്കിൽ 100 വോളിയം സൊല്യൂഷൻ എടുത്താൽ എത്ര വോളിയം സൊല്യൂട്ട് ഉണ്ട് അതിനെയാണ് വോളിയം പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ദ വോളിയം ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 100 വോളിയം യൂണിറ്റ് ഓഫ് സൊല്യൂഷൻ. വോളിയം പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദി സൊല്യൂഷൻ. ഇനി അടുത്തതാണ് പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നത്. പാർട്സ് പെർ മില്യൺ എന്ന് പറഞ്ഞാൽ മില്യൺ പാർട്ട് സൊല്യൂഷൻ എടുത്താൽ അതിൻ്റെ അകത്ത് എത്ര പാർട്ടാണ് സൊല്യൂട്ട് ഉള്ളത്. പാർട്സ് പെർ മില്യൺ എന്ന് പറഞ്ഞാൽ 10⁻⁶ ആണ്, ppm എന്ന് പറയും. അപ്പോൾ മില്യൺ പാർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എത്ര പാർട്ട് സൊല്യൂട്ട് ഉണ്ട് അതിനാണ് പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പാർട്സ് പെർ മില്യൺ ഇസ് ഈക്വൽ ടു ppm ഓഫ് സൊല്യൂട്ട് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 10⁻⁶ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ. ദിസ് WB ഇൻറ്റു 10⁻⁶ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ. ഇനി അടുത്തതാണ് മൊളാരിറ്റി എന്ന് പറയുന്നത്. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 ലിറ്റർ ഓഫ് ദ സൊല്യൂഷനെയാണ് മൊളാരിറ്റി, RITY എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മോൾസ് പെർ ലിറ്റർ അല്ലെങ്കിൽ മോളാർ എന്ന് പറയും. ഇനി മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് മൊളാരിറ്റി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റർ. അതിൻ്റെ ഇക്വേഷൻ ആക്കുമ്പോൾ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, weight in gram divided by gram molecular mass, that is WB into 1000 divided by MB into volume in milliliter. WB എന്ന് പറയുന്നത് മാസ് ഓഫ് സൊല്യൂട്ട് ആണ്, MB എന്ന് പറയുന്നത് മോളിക്കുലർ മാസ് ഓഫ് ദ സൊല്യൂട്ട് ആണ്. ഈ മൊളാരിറ്റി കഴിഞ്ഞാൽ അടുത്ത ഫാക്ടറാണ് മൊളാലിറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 കിലോഗ്രാം ഓഫ് ദ സോൾവെൻറ്റ്. അത് ഡിനോട്ട് ചെയ്യുന്ന സ്മോൾ ലെറ്റർ M വെച്ച് ഡിനോട്ട് ചെയ്യും. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മോൾസ് പെർ കിലോഗ്രാം അല്ലെങ്കിൽ മോളാലാണ്. അപ്പോൾ മൊളാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ നേരത്തെ ഇക്വേഷൻ തമ്മിൽ. WB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ MB ഇൻറ്റു WA ഇൻ ഗ്രാംസ്. WB എന്ന് പറയുന്നത് മാസ് ഓഫ് സൊല്യൂട്ട്,
MB എന്ന് പറയുന്നത് മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട്, WA എന്ന് പറയുന്നത് മാസ് ഓഫ് സോൾവെൻറ്റ്. ഇനി അടുത്ത ഫാക്ടറാണ് മോൾ ഫ്രാക്ഷൻ. അത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. മോൾ ഫ്രാക്ഷൻ ഓഫ് എനി കമ്പോണൻറ്റ് ഈസ് ഇൻ എ സൊല്യൂഷൻ ഈസ് ദി റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് വൺ കമ്പോണൻറ്റ് ടു ദി ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ഒരു കമ്പോണൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസിനെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് എ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദ കമ്പോണൻറ്റ്സ്. അതിൻ്റെ അകത്ത് മോൾ ഫ്രാക്ഷൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ XA എന്നുള്ള ലെറ്റർ വെച്ച് നമ്മൾ നോട്ട് ചെയ്യും. ദാറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ആൻഡ് ബി, ദാറ്റ് ഈസ് NA ബൈ NA പ്ലസ് NB. ഇനി മോൾ ഫ്രാക്ഷൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ആൻഡ് ബി, ദാറ്റ് ഈസ് NB ബൈ NA പ്ലസ് NB. ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. അടുത്ത സോളബിലിറ്റി അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക, പാരൻസും മറ്റുള്ളവരും എല്ലാം പറയുന്നത് അനുസരിക്കുക, വീട്ടിൽ തന്നെ ഇരിക്കുക, എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക.